നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ശബരിമല തന്ത്രിയുടെ കൈവശമുണ്ടായിരുന്ന വാജി വാഹനം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT കോടതിയിൽ ഹാജരാക്കി. തന്ത്രി കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ നിന്നാണ് SIT വാജി വാഹനം കണ്ടെത്തിയത്. പഴയ കുടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം തന്ത്രി കണ്ഠരര് രാജീവര് കൈവശം വെച്ചിരിക്കുകയായിരുന്നു. 2017 ശബരിമലയിലെ കൊടിമരം പുതുക്കി മാറ്റി സ്ഥാപിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന 11 കിലോ ഭാരമുള്ള പഞ്ചലോഹത്തിൽ നിർമ്മിതമായ സ്വർണം പൊതിഞ്ഞ വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവര് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിലും തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യും. കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകി. കട്ടിളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഈ മാസം 19 പരിഗണിക്കും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കട്ടിളപ്പാളി കേസിന് പിന്നാലെ തന്ത്രി കണ്ഠരര് രാജീവരെ ദ്വാരപാലക ശില്പ കേസിൽ പ്രതി ചേർത്തതായി SIT കോടതി ഇന്ന് അറിയിച്ചു. കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വിജിലൻസ് കോടതിയുടെ അനുമതിയും SIT തേടി. SIT ആവശ്യം പരിഗണിച്ച കോടതി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ അനുമതി നൽകി. കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 19 മാറ്റി. SIT റിപ്പോർട്ടും കോടതി തേടി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ജനുവരി 27 പത്മകുമാറിനെ വീണ്ടും ഹാജരാക്കണം. 24 കൊല്ലം. ശബരിമലയിൽ അഭിഷേകം ചെയ്ത നെയ്യുടെ വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 1 മാസത്തിനകം നൽകണം. ക്രമക്കേട് നടത്തിയ സുനിൽകുമാർ പോറ്റിയെ സസ്പെൻഡ് ചെയ്തതായി ബോർഡ് അറിയിച്ചു. 2025 നവംബർ 17 മുതൽ ഡിസംബർ 26 വരെയുള്ള കാലയളവിൽ മരാമത്ത് ബിൽഡിംഗിലെ കൗണ്ടറിൽ നിന്ന് വിറ്റ 13,679 പാക്കറ്റ് നെയ്യുടെ പണമായ 13.67 ലക്ഷം രൂപ ദേവസ്വം അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഏകദേശം 35 ലക്ഷം രൂപയോളം ഈ ചുരുങ്ങിയ കാലയളവിൽ മാത്രം വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പർണശാലകൾ കെട്ടി മകരവിളക്ക് ദർശിക്കാൻ തീർത്ഥാടകർ സന്നിധാനത്തും പരിസരത്തും തമ്പടിച്ചു തുടങ്ങി. മകരവിളക്ക് പ്രമാണിച്ച് ശബരിമലയിൽ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തെത്തും. രണ്ട് ദിവസമായി പർണശാലകൾ കെട്ടി അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. പൊന്നമ്പലമേട്ടിൽ നിന്ന് മകരവിളക്ക് തെളിയുന്നത് കാണാൻ പറ്റുന്ന മേഖലകളിലാണ് ഭൂരിഭാഗം ഭക്തരും തമ്പടിച്ചിരിക്കുന്നത്. എരുമേലി പേട്ടതുള്ളൽ കൂടി കഴിഞ്ഞതോടെ തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് മല ചവിട്ടി തുടങ്ങി. പന്തളം കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള യാത്ര നാളെ വൈകിട്ടോടെ സന്നിധാനത്തെത്തും. മകരവിളക്ക് ദിവസമായ നാളെ 35,000 തീർത്ഥാടകർക്ക് മാത്രമാണ് സന്നിധാനത്തേക്കുള്ള പ്രവേശനം. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനം കൂടാതെ മകരവിളക്ക് കാണാൻ കഴിയുന്ന പുൽമേട് അടക്കമുള്ള മേഖലകളിലും നിയന്ത്രണങ്ങൾ കർശനമാക്കും. നിഖിൽ നിളയ്ക്കൊപ്പം ശ്രീകുമാരൻ, 24 സന്നിധാനം. മകരവിളക്കിനോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ 5 പഞ്ചായത്തുകളിൽ സ്കൂളുകൾക്ക് നാളെ അവധി. കുമളി, വണ്ടിപ്പെരിയാർ, പീരുമേട്, പെരുവന്താനം, കൊക്കയാർ പഞ്ചായത്തുകളിലാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കില്ല. മുൻ MLA-യും CPIM നേതാവുമായിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിൽ. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരവേദിയിലെത്തിയാണ് ആയിഷ പോറ്റി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. അധികാരമോഹമില്ലെന്നും എളിയ പ്രവർത്തകയായി കോൺഗ്രസിനൊപ്പമുണ്ടാകുമെന്നും ആയിഷ പോറ്റി 24-നോട് പറഞ്ഞു. കൊട്ടാരക്കര മണ്ഡലത്തിൽ ആയിഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായേക്കും. കൊട്ടാരക്കരയിൽ നിന്ന് 3 തവണ MLA ആയ ആയിഷ പോറ്റി CPIയുമായുള്ള 3 പതിറ്റാണ്ട് നീണ്ട ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിലെത്തിയത്.
കേന്ദ്ര സർക്കാരിനെതിരെ ലോക്ഭവന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരപ്പന്തലിലെത്തി KPCC അധ്യക്ഷനിൽ നിന്ന് ഐഷ പോറ്റി അംഗത്വം സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപായി UDFന്റെ പക്കലേക്ക് LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. കേരള ജനത ഞങ്ങളെല്ലാം പറയുന്ന പോലെ ഒരു വലിയ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ആ സൂചനകൾ ഉണ്ടാവും. ആ സൂചനകളുടെ പ്രതിഫലനമാണ് ഇന്നത്തെ മാറ്റവും. പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശം. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി സ്ഥാനാർത്ഥിയാകും. താൻ അധികാരമോഹിയല്ലെന്ന് ഐഷ പോറ്റി. നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ വന്നാൽ, ഒരു വേണ്ട ആളല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഐഷ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM രംഗത്തെത്തി. സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഐഷ പോറ്റി. വർഗവഞ്ചന എന്ന് ഐഷ പോറ്റി തന്നെ പറയുന്നുണ്ട്. ആ ഭാഷയിൽ ആ ഐഷ പോറ്റി ഉപയോഗിച്ച ഭാഷ വാസ്തവത്തിൽ ഐഷ പോറ്റി ചെയ്തിരിക്കുന്നു എന്നതാണ് എൻ്റെ അർത്ഥം. ഏറെ നാളായി CPIM നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു ഐഷ പോറ്റി. പാർട്ടിയിൽ സജീവമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഐഷ പോറ്റിയെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഐഷ പോറ്റി പങ്കെടുത്തതും ചർച്ചയായിരുന്നു. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് UDFിലേക്ക് വരുന്നതിനെ തങ്ങൾ ഭയക്കുന്നില്ലെന്ന് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ്. നോട്ടീസിൽ പോലും പേര് വെക്കാതെ അവഗണിച്ചപ്പോഴാണ് താൻ CPIM വിട്ടതെന്ന് ഐഷ പോറ്റി. ജോസഫ് ഗ്രൂപ്പിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുമായി ധാരണയിലെത്താൻ തയ്യാറാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു നേതാക്കളുടെ പരാമർശം. രണ്ടില കൈയിലേക്കോ എന്നായിരുന്നു 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിന്റെ വിഷയം. ജോസ് കെ മാണിയില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും UDFും ശക്തി തെളിയിച്ചിട്ടുണ്ടെന്ന് മോൻസ് ജോസഫ്. വരുന്നുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് നാണക്കേടുണ്ടാക്കും. UDFിനെ ചതിക്കില്ല എന്നുറപ്പുള്ളവർ വരുന്നതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കട്ടെ എന്നും മോൻസ് ജോസഫ്. ഞങ്ങൾ ഇതിനെ ജോസ് കെ മാണി വിഭാഗം വരുന്നതിനെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുകൂലിക്കുകയാണെന്നുള്ളതല്ല. UDF നേതൃത്വത്തിൽ നിന്ന് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇനി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പറയുന്നു, ഞങ്ങൾക്കിതിൽ ഒരു അലോസരമില്ല. ജോസ് കെ മാണി വിഭാഗം എന്നുള്ളതല്ല. UDFന് ഗുണം ചെയ്യുന്ന കക്ഷികൾ, UDFന് വിശ്വാസമുള്ളവർ, അങ്ങനെയുള്ളവർ വരുന്നതിനെ UDF സ്വാഗതം ചെയ്തിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുമായി ധാരണയിലെത്താൻ തയ്യാറാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. UDFിനൊപ്പം നിൽക്കണമെന്നാണ് കേരള കോൺഗ്രസ് അണികൾ ആഗ്രഹിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ്. ജോസഫ് ഗ്രൂപ്പിന്റെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ വിഭാഗം UDFിലേക്ക് വന്നാൽ അവരുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്താൻ UDF തയ്യാറാണ് എന്ന് ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ജോസ് കെ മാണിയും അദ്ദേഹത്തോടൊപ്പമുള്ള കേരള കോൺഗ്രസും അവസരോചിതമായ തീരുമാനമെടുത്ത് അവർ UDFിലേക്ക് വരാൻ തയ്യാറാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നോട്ടീസിൽ പോലും പേര് വയ്ക്കാതെ അവഗണിച്ചപ്പോഴാണ് CPIM വിട്ടതെന്ന് ഐഷ പോറ്റി. കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയുള്ള വാർത്തകളെക്കുറിച്ച് അറിയില്ലെന്നും പ്രതികരണം. ഒരു പരിപാടിയിൽ പോലും ഞാനൊരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ഒരു മെൻഷൻ ഇല്ല. ഈ അവഗണന എന്ന് പറയുമ്പോൾ സ്ഥാനം തരുന്നു എന്നുള്ളത് ഒരിക്കലും അർത്ഥമാക്കുമല്ല. ഞാൻ കഴിഞ്ഞ തവണ ഞാൻ MLA അല്ലാതായപ്പോ ഞാൻ ഫുൾ ടൈം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഓവർ വർക്ക് ചെയ്തിരുന്നു ഞാൻ എല്ലാവരോടും പറയുമായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, നോട്ടീസിലൊക്കെ പേര് വെക്കാതെ അവനവന്റെ അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാവും. KM മാണിയെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് UDF എന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. അനിൽകുമാർ. കോൺഗ്രസ് ഉണ്ടാക്കുന്ന ഒരു വാർത്തയും കേരള കോൺഗ്രസിൽ ചലനമുണ്ടാക്കില്ലെന്ന് ഉറപ്പാണെന്നും K. അനിൽകുമാർ. ഇന്നത്തെ LDFിനെ പരാജയപ്പെടുത്താനുള്ള ശക്തി UDF മുന്നണിക്കില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇല്ലെങ്കിൽ UDF ഇല്ല. അതിന്റെ തിണ്ണമെടുക്കിൽ കയറിയിരുന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനെ കടന്നാക്രമിക്കാൻ അതിന്റെ ഭാഗമായി വാർത്തകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തയും കേരള കോൺഗ്രസിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല എന്ന് കോട്ടയത്തിരുന്ന് അതിന്റെ നേരിട്ടുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. കേരള കോൺഗ്രസ് UDFിനെ തിരഞ്ഞെടുക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ജോൺ മുണ്ടക്കയം പറഞ്ഞു. യാതൊരു സംശയവുമില്ല, ജോസ് കെ മാണിയും കൂട്ടരും UDFിൽ തന്നെ എത്തും. പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒക്കെ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് വലിയ സെറ്റ്ബാക്ക് ഉണ്ടായി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആ തോൽവി ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ UDFിലേക്ക് വരികയല്ലാതെ മറ്റു മാർഗമില്ല. ന്യൂസ് ഡെസ്ക് 24.
കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആദ്യ പോസ്റ്റ് തിരുത്തിയിറക്കിയ കുറിപ്പിലാണ് LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് അവകാശപ്പെടുന്നത്. LDF-ൽ തുടരുമെന്ന് അറിയിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA-യും പോസ്റ്റിട്ടതിനു ശേഷമാണ് ജോസ് കെ മാണി നിലപാട് അറിയിച്ചത്. ജോസ് കെ മാണി LDF-ന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനമൊഴിയുമെന്ന് CPIM നേതൃത്വം സ്ഥിരീകരിച്ചു. UDF പ്രവേശത്തെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിനകത്ത് രൂക്ഷമായ ഭിന്നത നിലനിൽക്കുമ്പോഴാണ് ജോസ് കെ മാണിയുടെ നിലപാട് പ്രഖ്യാപനം. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജോസ് കെ മാണി വ്യക്തമാക്കി. ആദ്യ പോസ്റ്റിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് ജോസ് കെ മാണി പാർട്ടിയിൽ ഭിന്നതയില്ലെന്നുകൂടി അറിയിച്ചിരിക്കുന്നത്. UDF പ്രവേശത്തെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ വിശദീകരണം. UDF-ലേക്കുള്ള മടങ്ങിപ്പോക്കിനോട് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ MLA-യ്ക്കും യോജിപ്പുണ്ടായിരുന്നില്ല. ഇടതുമുന്നണിയിൽ തുടരുമെന്ന് ഫേസ്ബുക്കിൽ ഇരുവരും പോസ്റ്റിട്ടിരുന്നു. ഇത് സംബന്ധിച്ച ചർച്ചകൾ മുറുകുന്നതിനിടെയാണ് ജോസ് കെ മാണി നിലപാടിൽ വ്യക്തത വരുത്തിയത്. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾ ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യമില്ല. LDF-ന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ജോസ് കെ മാണി ഏറ്റെടുക്കില്ല. പകരം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ആയിരിക്കും ജാഥ നയിക്കുക. UDF ഇന്നത്തെ സ്ഥിതിയിൽ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കനകൂലിൻ്റെ പുതിയ ഉപദേശമാണ് എങ്ങനെയെങ്കിലും അപ്പുറത്തുനിന്ന് ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാമെന്നുള്ള രൂപത്തിൽ എല്ലാവരുടെയും പുറകെ ഇങ്ങനെ നടക്കുക. ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ ഭാഗമാണത്. ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റം UDF ചർച്ച ചെയ്തിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ആരുടെയും പിന്നാലെ നടക്കേണ്ട എന്നാണ് പറഞ്ഞതെന്നും ആരും വരേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോർ ജോസഫ് പ്രതികരിച്ചു. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരെ കൂടി ചേർക്കേണ്ടതുണ്ടെങ്കിൽ UDF ആലോചിക്കട്ടെ. ആലോചിക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം പറയാം. ഞങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനിയൻ നേതാക്കളുമായി നടത്താനിരുന്ന ചർച്ച റദ്ദാക്കിയതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ തുടരണമെന്നും ട്രംപ് ആഹ്വാനം ചെയ്തു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ UN മനുഷ്യാവകാശ കൗൺസിൽ അപലപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ മരണം 2000 കടന്നതിന് പിന്നാലെയാണ് ഇറാനിയൻ നേതാക്കളുമായി നടത്താനിരുന്ന ചർച്ച ട്രംപ് റദ്ദാക്കിയത്. പ്രതിഷേധക്കാരെ ദേശസ്നേഹികളെന്ന് അഭിസംബോധന ചെയ്താണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ്. സ്ഥാപനങ്ങൾ കൈയടക്കുക, തെരുവിലിറങ്ങുക, പ്രതിഷേധങ്ങൾ തുടരുക എന്നിങ്ങനെയാണ് ആഹ്വാനം. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള അടിച്ചമർത്തൽ അവസാനിക്കും വരെ ചർച്ചയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. 17 ദിവസമായി ഇറാനിൽ തുടരുന്ന പ്രക്ഷോഭം 31 പ്രവിശ്യകളിലെ 180 നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. പ്രക്ഷോഭകരെ സുരക്ഷാസേനയും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും കൂട്ടക്കുരുതി ചെയ്യുകയാണെന്ന് ദൃക്സാക്ഷികൾ ആരോപിച്ചു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെ UN മനുഷ്യാവകാശ കൗൺസിൽ അപലപിച്ചു. അതിനിടെ ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വിദേശ ശക്തികളുടെ പിന്തുണയുള്ള കലാപങ്ങളാണെന്നും ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും വ്യക്തമാക്കി. പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി ലണ്ടൻ, പാരീസ്, ഇസ്താംബൂൾ എന്നിവിടങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ നടന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് PP ജെയിംസ് ചേരുന്നുണ്ട്. PP ജെയിംസ്, ഇപ്പോൾ വരുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം, ഒപ്പം ഈ പ്രക്ഷോഭകർക്ക് പിന്തുണ വാഗ്ദാനം, നേരത്തെ അത് ഇറാൻ ഭരണകൂടത്തിന്റെ ആരോപണം മാത്രമായിരുന്നെങ്കിൽ പ്രത്യക്ഷത്തിൽ പരസ്യമായി തന്നെ ആ പിന്തുണയും പ്രഖ്യാപനവും ഒക്കെ അമേരിക്ക നടത്തുകയാണ്. ഇറാന് പുറത്തേക്ക് ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ തിരിച്ചടിക്കൊക്കെയുള്ള സാധ്യത അത് ആശങ്കയേറ്റുന്നതാണല്ലോ. ഗൂഗിൾ, കാര്യങ്ങൾ വളരെ സങ്കീർണമായിരിക്കുന്നു. ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇറാനിൽ നിന്ന് 200 കിലോമീറ്റർ മാത്രം അകലെയുള്ള ദോഹയിലെ, ഖത്തറിലെ ദോഹയിലെ US സൈനിക വിമാനത്താവളത്തിൽ നിന്ന് B-2 ബോംബറുകൾ അടക്കം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, സഹായം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കോഡായിട്ട് വേണമെങ്കിൽ കാണാം. ഏത് തരത്തിലുള്ള സഹായം എന്ന് പറയുന്നത് അതൊരു തരം സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, ആക്രമിക്കുന്നതിന് മുമ്പേ ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, നിങ്ങൾ പ്രൊട്ടസ്റ്റേഴ്സ്, നിങ്ങൾ ശക്തമായി പ്രക്ഷോഭകര്
പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ സ്ഥാപനങ്ങൾ പിടിച്ചടക്കുക, നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇതാ സഹായം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഇറാനടുത്തുള്ള ഹോർമൂസ് കടലിടുക്ക് ആ ഭാഗത്തേക്കൊക്കെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നീങ്ങുന്നതായും ഖത്തറിലെ ബേസിൽ നിന്ന്, ദോഹ ബേസ് ഒരുപക്ഷെ ഖത്തറിലെ ദോഹയിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ സേനാത്താവളമുള്ളത്. കഴിഞ്ഞ ജൂണിൽ നടന്ന ആക്രമണത്തിൽ ഗൂഗിൾ അവിടേക്കാണ് ഒരു ആക്രമണം ഇറാൻ നടത്തിയത് അമേരിക്കയുടെ സേനാത്താവളത്തിലേക്ക്. അത് എല്ലാവരും അത്ഭുതപ്പെടുത്തിയതാണ്. അപ്പൊ അവിടെ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ട്രംപ് പറയുന്നതും യുദ്ധവിമാനങ്ങൾ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി യുദ്ധവിമാനങ്ങൾ പറത്തുമെന്ന് വിശ്വസിക്കാൻ വയ്യ. അപ്പോ ഒരുപക്ഷെ അവര് നേരിട്ട് കരയുദ്ധത്തിലേക്കൊന്നും കടക്കാൻ സാധ്യതയില്ല. ഞങ്ങള് അവിടെ ചെന്ന് ബൂട്ടുകൾ അവിടെ എത്തില്ല, പകരം വ്യോമാക്രമണം നടത്താനുള്ള സാധ്യത ഈ മണിക്കൂറുകളിൽ തെളിയുകയാണ്. ചിലപ്പോൾ നേരെ വെളുക്കുന്നതിന് മുമ്പേ ഇറാനിൽ കയറി അമേരിക്ക അടിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ ഇതിൽ കാണുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ അലേർട്ടായിട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നു, അവിടെ പ്രക്ഷോഭകരെ കൊലപ്പെടുത്തിയാൽ അമേരിക്ക സൈനികമായി ഇടപെടും. അന്നത് പറയുമ്പോൾ 45 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇപ്പൊ 2000 പേര് കൊല്ലപ്പെട്ടിരുന്നു. നമ്മൾ ഇന്ന് രാവിലത്തെ വാർത്തയിൽ പറഞ്ഞതാണ്, ഔദ്യോഗിക കണക്ക് 650 പക്ഷെ അനൌദ്യോഗിക കണക്കിൽ 2000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. 2000-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത് ഞെട്ടിക്കുന്നതാണ്. രക്തപ്പുഴ ഒഴുകുന്ന അവസ്ഥയാണ്. ഇതേക്കുറിച്ച് അമേരിക്കൻ രാഷ്ട്രീയക്കാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ വലിയ രീതിയിൽ ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവരാരും ഗസയിൽ ഇതുപോലെ മനുഷ്യക്കുരുതി നടന്നപ്പോൾ ഈ രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതും കൂടി ഓർക്കണം. എന്തായാലും ഇറാനിൽ നടക്കുന്നത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭമാണ്. ഒരുപക്ഷെ സർക്കാരിന് പറയാൻ പറ്റുന്നത്, ഞങ്ങള് സർക്കാർ അനുകൂല പ്രകടനം സംഘടിപ്പിച്ചപ്പോൾ അതിൽ 10 ലക്ഷം പേർ പങ്കെടുത്തു. അപ്പൊ അവിടെ ചേരി തിരിഞ്ഞിരിക്കുകയാണ്. ഇറാനിലെ 1979 അധികാരത്തിൽ വന്ന ഇസ്ലാമിക ഭരണകൂടത്തിന് അനുകൂലവും പ്രതികൂലവുമായി. പക്ഷെ പ്രക്ഷോഭകര് കൂടുതൽ കരുത്താർജിക്കുകയും അമേരിക്കയുടെ സൈനിക ഇടപെടൽ, അമേരിക്ക ഇടപെട്ടാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഗൂഗിൾ അമേരിക്ക വെറുതെ വന്ന് ഇടപെട്ട് പോവില്ല. തൊട്ടടുത്ത് ഇസ്രായേൽ കിടക്കുകയാണ്. ഇസ്രായേൽ അമേരിക്കയോട് അനുമതി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം കൂടുന്നു, ഞങ്ങളെ ആക്രമിക്കാൻ അനുവദിക്കണം. ഇസ്രായേലും അമേരിക്കയും ചേർന്നുള്ള ഒരു ആക്രമണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇറാനിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ, ആയത്തുള്ള ഖമനായി അടക്കമുള്ളവരൊക്കെ ഒളിവിൽ പോയി എന്നുള്ള സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ തുടങ്ങിയിട്ടുള്ള, കാരണം കഴിഞ്ഞ പ്രാവശ്യം അറ്റാക്ക് നടത്തിയപ്പോൾ ഇസ്രായേല് ആദ്യം വധിച്ചത് അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞരെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക മേധാവികളെയുമാണ്. അതുകൊണ്ട് ഇപ്പോഴും തെരഞ്ഞു പിടിച്ച് അവിടെ മൊസാദ് വല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രക്ഷോഭത്തിന്റെ ഇത് മുതലെടുത്തുകൊണ്ട് അമേരിക്ക കയറി ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വെനസ്വേലയിൽ നടത്തിയ ആക്രമണം നമുക്കറിയാം. 15,000 സൈനികർ, 10 യുദ്ധക്കപ്പലുകൾ, 100 കണക്കിന് വിമാനവാഹിനി കപ്പലുകളിൽ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, 150ഓളം യുദ്ധവിമാനങ്ങളാണ് വെനസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളായ് മഡോറയെയും ഭാര്യയും പിടിച്ചെടുക്കാൻ വേണ്ടി കടന്നു കയറിയത്. ഒരുപക്ഷെ തീവ്രമായിട്ടുള്ളതാണ്. പക്ഷേ വെനസ്വേല അല്ല ഇറാൻ. ഇറാൻ ഒരു സൈനിക ശക്തിയാണ്. കരയുദ്ധത്തിന് പോയാൽ ലക്ഷക്കണക്കിന് സൈനികരോട് ഏറ്റുമുട്ടേണ്ടി വരും. പക്ഷെ ഇവിടെ പ്രക്ഷോഭം നടക്കുകയും ജനങ്ങളുടെ പക്ഷം ചേർന്ന് സൈനികർ ചേരിചിരിയുകയും ചെയ്തു കഴിഞ്ഞാൽ നേതാക്കൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. അവിടുത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയ്ക്ക് 86 വയസ്സായി. അദ്ദേഹമാണ് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്. പക്ഷേ ഡെത്ത് ടു ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന ഈ ആയത്തുള്ളമാരുടെ യുഗം അവസാനിക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ട തരത്തിലാണ്. അപ്പൊ അമേരിക്ക ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. യുദ്ധമുണ്ടായാലും ഇല്ലെങ്കിലും അമേരിക്കയുടെ ഒരു ആക്ഷൻ വരുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ജൂണിൽ നടന്നതിൽ ഓർക്കുന്നുണ്ടാവും ഗൂഗിൾ, അവിടെ ഇസ്രായേൽ 12 ദിവസമാണ് ഏറ്റുമുട്ടിയത്. 1000-ഓളം പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിൽ. അമേരിക്ക അവിടെ ബങ്ക് ബസ്റ്റർ ബോംബുകൾ കൊണ്ടിട്ടത് അത് മലയുടെ അടുത്തുള്ള ആണവ നിലയം തകർക്കാനാണ്. തകർന്നു ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇറാനുമായിട്ടുള്ള ചർച്ചകൾ മുഴുവൻ നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ചർച്ചകളുടെ കാര്യം സമയം കഴിഞ്ഞു. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്ന് മാത്രം, നിങ്ങൾ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തോളൂ,
നിങ്ങൾ വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നത് ഞങ്ങൾ ഇത് അടിക്കാൻ വന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും എല്ലാവരും വിലയിരുത്തുന്നത്. തീർച്ചയായും. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം വരുന്നത് ആശങ്കയേറ്റുന്നതാണ്. ഇപ്പോൾ തന്നെ 2000-ഓളം പ്രക്ഷോഭകരെയാണ് ഇറാൻ ഭരണകൂടം കൊന്നൊടുക്കിയത്. ഇനി അമേരിക്കയുടെ സൈനിക നടപടി വന്നാൽ ഇനിയും എത്ര നിസ്സഹായരായ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളാണ് അവിടെ കൊല്ലപ്പെടാൻ പോകുന്നതെന്ന് അറിയില്ല. പകരം ഇറാന്റെ തിരിച്ചടി ഉണ്ടായാൽ മുൻപത്തെ പോലെ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്ക് നേരെ, അറബ് രാജ്യങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നത് അതിനേക്കാളേറെ ആശങ്കയാകുന്ന ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു സാധ്യതയുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. AICC സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി KPCC ആസ്ഥാനത്തെത്തി നേതാക്കളെ കണ്ടു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പണം ചെലവിടുന്നത് CPIM അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. വൈകുന്നേരത്തോടെ KPCC ആസ്ഥാനത്തെത്തിയ AICC സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യവും സ്ഥാനാർത്ഥിത്വവും സംബന്ധിച്ച പൊതുമാനദണ്ഡങ്ങളുമാണ് പ്രാഥമിക ചർച്ചകളിൽ അവലോകനം ചെയ്തത്. നാളെയും മധുസൂദനൻ മിസ്ത്രി നേതാക്കളെ കാണുന്നുണ്ട്. ഈ മാസം 16-ന് നേതാക്കൾ ഡൽഹിയിലേക്ക് പോകും. ഈ മാസത്തോടെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാനാണ് ആലോചന. ഇതിനിടെ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി മെഗാ ക്വിസ് നവകേരള സർവേ നടപടികൾക്ക് സർക്കാർ പണം ചെലവിടുന്നത് അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. അതേസമയം കോഴിക്കോട് പേരാമ്പ്ര സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. പേരാമ്പ്രയിൽ ലീഗ് തന്നെ മത്സരിക്കുമെന്ന് ജില്ലാ അധ്യക്ഷൻ MA റസാഖ്. നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തയ്യാറായതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനും തയ്യാറായി മുസ്ലിം ലീഗ് എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ തന്നെയാണ് എല്ലായിടങ്ങളിലും മത്സരിക്കുക. കുന്ദമംഗലത്ത് ലീഗ് തന്നെ മത്സരിക്കുമെന്ന് MA റസാഖ് പറഞ്ഞു. 24 തിരുവനന്തപുരം, കോഴിക്കോട്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. അതിർത്തിയിൽ അസ്ഥിരത സൃഷ്ടിച്ചാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി കരസേനാ മേധാവി. പാക് ചൈനീസ് സാമ്പത്തിക ഇടനാഴിയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. നിതിൻ നബിൻ BJP ദേശീയ അധ്യക്ഷനാകും. ഈ മാസം 20-ന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റാണ് നിതിൻ നബിൻ. 10 മിനിറ്റ് ഡെലിവറി സേവനം അവസാനിപ്പിച്ച് ബ്ലിങ്കിറ്റ്. 10 മിനിറ്റ് ഡെലിവറി സേവനം എന്ന അവകാശവാദം പിൻവലിക്കണമെന്ന് സ്വിഗ്ഗി, സൊമാറ്റോ, സെപ്റ്റോ തുടങ്ങിയ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമുകളോട് കേന്ദ്രം. നിർദ്ദേശം തൊഴിലാളികളുടെ സുരക്ഷ കണക്കിലെടുത്ത്. കാസർഗോഡ് കുമ്പളയിലെ ടോൾ പിരിവിനെതിരെ സത്യാഗ്രഹ സമരം ആരംഭിച്ച മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ടോൾ പിരിക്കില്ലെന്ന് കോടതി അറിയിച്ച ശേഷം ടോൾ പിരിവ് ആരംഭിച്ച ദേശീയപാത അതോറിറ്റിക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്യാൻ ആക്ഷൻ കമ്മിറ്റി. തിരുവനന്തപുരം ലോ കോളേജ് ക്യാമ്പസിൽ രക്തസാക്ഷി സ്തൂപം നിർമ്മിച്ച 4 SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത് പ്രിൻസിപ്പൽ. നടപടി CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ശനിയാഴ്ച സ്തൂപം ഉദ്ഘാടനം ചെയ്യാനിരിക്കെ. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.